ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഉള്ളിയും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചെറിയ കഷ്ണങ്ങൾ കൂടെ മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെയൊക്കെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമുക്ക് മിക്സിയിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഞാൻ കുക്കറിലാണ് വേവിച്ചത്. ഏകദേശം 5 വിസിലോളം വെച്ചാണ് ഇത് വേവിച്ചെടുത്തിരുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമ്മുടെ മസാലയൊക്കെ ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റ് ആവുന്നിടം വരെ വെക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്.
ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.